വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന കത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഒപ്പിട്ടത് നവംബർ 10-ന്. കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന് ഇമെയിലിൽ കത്ത് ലഭിച്ചത് നവംബർ 14-ന്. ഒപ്പിട്ട ഡേറ്റ് 10-ാം തീയതിയാണ്. മാഷിന് കയ്യിൽ കിട്ടുന്നത് ഇന്നലെയാണ്. അപ്പോൾ അതായത് ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ്. അപ്പം ഞാൻ പറയില്ല, പക്ഷെ അങ്ങനെ ആരോപിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങളുടേതായ അഭിപ്രായം കണ്ടെത്തുന്നതിന് ഞാൻ എതിരില്ല. അതായത് മുണ്ടക്കൈ, ചൂരൽമല ദുരിതബാധിതർ ഉൾപ്പെടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ കേന്ദ്രം കത്ത് മൂടിവെച്ചെന്ന രാഷ്ട്രീയ ആരോപണമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരെന്നും പിന്നിൽ നിന്ന് കേരളത്തെ കേന്ദ്രം കുത്തിയെന്നും മന്ത്രി MP രാജേഷ്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തോടുള്ള ഈ പ്രതികാര നടപടി കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്നവരായി കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പ്രത്യേക സഹായം നൽകിയ സാഹചര്യമുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കത്ത് പുറത്തുവിടാതിരുന്നതിന് പിന്നിൽ മറ്റുദ്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര ഗവൺമെന്റിന്റെ തനിനിറമാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് വരെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ മൂടിവെച്ചിട്ട് തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പുറത്തു വരുന്നത് എന്നത് കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വയനാട് ദുരന്തം സംബന്ധിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കവേ കത്ത് സംസ്ഥാന സർക്കാരും കോടതിയിൽ ആയുധമാക്കി. മാസങ്ങൾ കഴിഞ്ഞിട്ടും സഹായത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കുന്നില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്. 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. പിന്നാലെ ഈ മാസം തന്നെ തീരുമാനമുണ്ടാകുമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. അതേസമയം കേരളത്തിന്റെ കൈവശം ഫണ്ടുണ്ടെന്ന നിലപാട് കേന്ദ്രം കോടതിയിൽ ആവർത്തിക്കുകയും ചെയ്തു. കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുന്നുവെന്നായിരുന്നു വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ പ്രതികരണം. നിത്യാനന്ദ റായിയുടെ കത്ത് പ്രാഥമികമായി പറഞ്ഞാൽ ജനാധിപത്യ മര്യാദകളോടുള്ള വെല്ലുവിളിയാണ്. കേരള ജനതയോടുമുള്ള വെല്ലുവിളിയാണ്. കേരളം എന്താണ് ഇത്ര വലിയൊരു കുറ്റം ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള പണം ആദ്യം വിനിയോഗിക്കട്ടെ എന്നായിരുന്നു വിഷയത്തിൽ BJPയുടെ നിലപാട്. വയനാടിനുള്ള ദുരിതാശ്വാസം ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയായതോടെ ദുരിതബാധിതരെ കൈപിടിച്ചുയർത്താൻ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, കൊച്ചി.